ഹായ് വെരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് സ്ട്രീം. അപ്പോൾ ഞാനിന്നിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമ്മിലെ ബിസിനസ് റെഗുലേഷൻസിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ കഴിയും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടാണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രാക്റ്റ് ആണ് എടുത്തു നിർത്തിയത്. അപ്പോൾ നമുക്കിന്ന് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. എൻഫോഴ്സിബിലിറ്റി. ആൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെഡ് ടു ബി വോയിഡ്. ഒരു എഗ്രിമെൻറ്റ് ലോ നടപ്പിലാക്കാൻ കഴിയാത്ത ആകുമ്പോൾ, അതായത് ലോ നടപ്പിലാക്കാൻ കഴിയാത്ത എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ അറ്റ് ലോ. അതായത് ഒരു കോൺട്രാക്റ്റ് ലോ നടപ്പിലാക്കാൻ കഴിയാതെ ആകുമ്പോഴാണ് ആ കോൺട്രാക്റ്റ് വോയിഡ് ആകുന്നത്. അപ്പോൾ അതായത് അത്ര നാളത് ലോ നടപ്പിലാക്കിയിരുന്ന എഗ്രിമെൻ്റ് ആകും, അതിൽ നിന്ന് അതിനെ സീസ് ചെയ്യാണ്. അതായത് എപ്പോഴാണോ അതിനെ ലോ നടപ്പിലാക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്, സീസ് ചെയ്യുന്നത്, അപ്പോഴാണ് ആ എഗ്രിമെൻറ്റ് എന്താകുന്നത്, വോയിഡ് എഗ്രിമെൻ്റ് ആകുന്നത്. വോയിഡ് എബ് ഇനിഷ്യോ. എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് എബ് ഇനിഷ്യോ ഫ്രം ദി വെരി ബിഗിനിങ്. അതായത് ഒരു വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ അതൊരു വോയിഡ് എബ് ഇനിഷ്യോയാണ്. ഇറ്റ് നെവർ മെച്യൂർസ് ഇൻ ടു എ കോൺട്രാക്ട്, ഓൺലി ആൻ എഗ്രിമെൻറ്റ് ക്യാൻ ബി വോയിഡ് എബ് ഇനിഷ്യോ. അതായത് ഒരു വോയിഡ് എഗ്രിമെൻറ്റ് പിന്നീട് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നില്ല. എ വോയിഡ് കോൺട്രാക്റ്റ് വാസ് വാലിഡ് അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ. ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ അത് വാലിഡ് ആയിരുന്നു, ബട്ട് ബിക്കെയിം വോയിഡ് സബ്സിക്വൻ്റ്ലി ഡ്യൂ ടു സം റീസൺ ലൈക്ക് ഇമ്പോസിബിലിറ്റി ഓർ ഇല്ലീഗാലിറ്റി ഓഫ് പെർഫോമൻസ്. ആദ്യം തുടക്കത്തിൽ ആ വോയിഡ് കോൺട്രാക്റ്റ് ഒരു വാലിഡ് ആയിരുന്നു, പിന്നീട് ചില റീസൺസ് കാരണം, ചില കാരണങ്ങൾ കൊണ്ട്, കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ പെർഫോമൻസിലുള്ള ഇല്ലീഗാലിറ്റി, അതായത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ആ വാലിഡ് ആയിരുന്ന കോൺട്രാക്റ്റ് പിന്നീട് വോയിഡ് ആകുന്നു. അതാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലീഗൽ റൈറ്റ്. എ വോയിഡ് എഗ്രിമെൻറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ റൈറ്റ് ഓർ ഒബ്ലിഗേഷൻ അപ്പോൺ ദ പാർട്ടീസ് ടു ദ എഗ്രിമെൻറ്റ്. അതായത് ഒരു വോയിഡ് എഗ്രിമെൻറ്റിൽ എന്താ പറയുക, ഒരു റൈറ്റോ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വോയിഡ് എഗ്രിമെൻറ്റിൽ ഉണ്ടായില്ല. എ വോയിഡ് കോൺട്രാക്ട് ജനറലി ക്രിയേറ്റ് എ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ അപ്പോൺ ദ പാർട്ടീസ്. ഒരു വോയിഡ് കോൺട്രാക്റ്റിലാണെങ്കിൽ റൈറ്റും ഒബ്ലിഗേഷനും ഒക്കെ പാർട്ടീസിനുണ്ടാകും. ഡാമേജ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഡാമേജ് ഡസ് നോട്ട് എറൈസ്. അതായത് എന്താ പറയുക, വോയിഡ് എഗ്രിമെൻറ്റിൽ ലീഗൽ റൈറ്റോ ലീഗൽ ഒബ്ലിഗേഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലത്തെ പാർട്ടീസിന് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. വോയിഡ് കോൺട്രാക്റ്റിൽ ദ അഗ്രീഡ് പാർട്ടി ക്യാൻ ക്ലെയിം ഡാമേജ്. അതിൽ റൈറ്റും ഒബ്ലിഗേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടീസിന് എന്ത് ക്ലെയിം ചെയ്യാം, ഡാമേജ് ക്ലെയിം ചെയ്യാം. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ്സ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്. First one is void ab initio. A void agreement is void ab initio and its defects are inquirable. അതായത് ഒരു void agreement എന്ന് പറയുന്നത് ഒരു void ab initio ആണ്, ആൻഡ് ഇറ്റ്സ് ഡിഫക്റ്റ് ആർ ഇൻക്വയറബിൾ. അതായത് ഒരു വോയിഡ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റുകളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല. ദ ഡിഫക്റ്റ് ഇൻ ദി കേസ് ഓഫ് എ വോയിഡബിൾ എഗ്രിമെൻറ്റ് ഈസ് ക്യൂറബിൾ ആൻഡ് മേ ബി കണ്ടോൺഡ്. അതായത് ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും തിരുത്താനും ഒക്കെ പറ്റും. എൻഫോഴ്സിബിലിറ്റി. നോ ലീഗൽ എഫക്റ്റ് ഫ്രം ദി വെരി ബിഗിനിങ് ആൻഡ് അൺഎൻഫോഴ്സിബിൾ അറ്റ് ലോ. അതായത് വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലീഗൽ എഫക്റ്റ് ഉണ്ടാവില്ല തുടക്കം മുതലേ തന്നെ, അതുകൊണ്ട് തന്നെ അത് ലോ നടപ്പിലാക്കാൻ കഴിയാത്ത, ദാറ്റ് മീൻസ് അൺഎൻഫോഴ്സിബിൾ അറ്റ് ലോ ആണെന്ന് പറയുന്നു. ദെൻ വോയിഡബിൾ കോൺട്രാക്റ്റിൽ വൺ ഓഫ് ദ പാർട്ടീസ് മേ എഫിം ഓർ റിജക്റ്റ് അറ്റ് ഹിസ് ഓപ്ഷൻ until it is repudiated or resigned it is valid and enforceable. അതായത് വോയിഡബിൾ കോൺട്രാക്റ്റിൽ അതിലേതെങ്കിലും ഒരു പാർട്ടി ആ കോൺട്രാക്റ്റ് റിജക്റ്റ് ചെയ്യുക, അതായത് ആ കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കുകയാണ്, അങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത് വരെ ആ കോൺട്രാക്റ്റ് എന്തായിരിക്കും, വാലിഡും ആയിരിക്കും എൻഫോഴ്സിബിളും ആയിരിക്കും. റൈറ്റ് ഓഫ് തേർഡ് പാർട്ടി. എ തേർഡ് പാർട്ടി കനോട്ട് എക്വയർ എനി റൈറ്റ് ഫ്രം പേഴ്സൺ ക്ലെയിമിങ് അണ്ടർ സച്ച് കോൺട്രാക്ട്. അതായത് ഒരു നമ്മുടെ വോയിഡ് എഗ്രിമെൻറ്റിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി, അതായത് ആ കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടികളല്ലാണ്ട് പുറമേ നിന്നുള്ളൊരു മൂന്നാമതൊരു വ്യക്തിക്ക് അതിൽ ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല.
വോയിഡബിൾ കോൺട്രാക്റ്റിലാണെങ്കിൽ എ തേർഡ് പാർട്ടി ക്യാൻ എക്വയർ എ വാലിഡ് ടൈറ്റിൽ ഫ്രം എ പേഴ്സൺ ക്ലെയിമിംഗ് അണ്ടർ സച്ച് എ കോൺട്രാക്ട്. ബട്ട് ഒരു വോയിഡബിൾ കോൺട്രാക്റ്റിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റിലെ എല്ലാം ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. Damages. As void agreement is unenforceable, non-performance of the agreement does not arise any question of compensation. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അൺഎൻഫോഴ്സബിൾ, അതായത് ലോ നടപ്പിലാക്കാൻ കഴിയാത്തതാണ്, നോൺ പെർഫോമൻസ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെ അതിലുള്ള പാർട്ടികൾക്കൊന്നും കോമ്പൻസേഷനോ ഡാമേജോ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. In a voidable contract, a person is entitled to compensation for loss or damage suffered by him on account of the non-performance of the contract. But voidable contractiലാണെങ്കിൽ നമുക്ക് അതിലത്തെ വ്യക്തികൾക്ക്, അതായത് അതിലത്തെ പാർട്ടീസിന് കോമ്പൻസേഷനോ അല്ലെങ്കിൽ ലോസോ അല്ലെങ്കിൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. Then distinction between void contract and voidable contract. First one is meaning. A contract which ceases to be enforceable by law become void when it ceases to be enforceable. അതായത് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ ഓരോ എഗ്രിമെൻറ്റുകളും എല്ലാം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടോളൂ. അപ്പോൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ. ഒരു കോൺട്രാക്റ്റ് ലോ നടപ്പിലാക്കുന്നതിൽ നിന്നും അതിനെ എപ്പോഴാണോ സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിനെ തടയുന്നത്, അപ്പോഴാണ് ആ കോൺട്രാക്റ്റ് വോയിഡ് ആകുന്നത്. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Voidable contract, an agreement which is enforceable by law at the option of one or more of the parties thereon. അതായത് ഒരു എഗ്രിമെൻറ്റ് അതിലത്തെ രണ്ട് പാർട്ടികളിൽ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് ലോ നടപ്പിലാക്കാൻ കഴിയുന്ന, അതായത് എൻഫോഴ്സിബിൾ ബൈ ലോയാണ്, ബട്ട് നോട്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി അതർ ഓർ അതേഴ്സ്. അതായത് മറ്റേ പാർട്ടീസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അത് എൻഫോഴ്സിബിൾ അല്ല. ഒരു പാർട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് എൻഫോഴ്സിബിൾ ആണ്, മറ്റേ പാർട്ടിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് എൻഫോഴ്സിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Enforceability. A void contract cannot be enforced because it is a contract without any legal effect and it is a nullity. അതായത് ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് cannot be enforced, അത് എൻഫോഴ്സ്ഡ് അല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിഡ് കോൺട്രാക്റ്റിൽ ലീഗൽ എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ദെൻ വോയിഡബിൾ കോൺട്രാക്ട്. എ വോയിഡബിൾ കോൺട്രാക്ട് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇഫ് ദ അഗ്രീഡ് പാർട്ടി എലക്ട് ടു ക്യാരി ഔട്ട് ദി കോൺട്രാക്ട്. അതായത് ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് എൻഫോഴ്സ്ഡ് ആണ്. അത് എൻഫോഴ്സ്ഡ് ആകണമെങ്കിൽ അതിലത്തെ പാർട്ടീസ്, അതായത് നമ്മൾ പറഞ്ഞു വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അത് എൻഫോഴ്സിബിൾ അല്ല, മറ്റേ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എൻഫോഴ്സിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അഗ്രീഡ് പാർട്ടി, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആ കോൺട്രാക്റ്റ് ക്യാരി ചെയ്യാനായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അത് എൻഫോഴ്സ്ഡ് ആണ്. Then validity. A void contract is valid and binding on the parties concerned at the time of its formation but subsequently it become void. അതായത് ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ അത് വാലിഡ് ആണ്, but subsequently it become void due to certain reasons like impossibility of performance, illegality, etc. but അത് ചില റീസൺസ് കാരണം അത് void ആയി മാറുന്നു. റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി, നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് മൂലം ആ കോൺട്രാക്റ്റ് എന്തായി മാറുന്നു? void ആയിട്ട് മാറുന്നു. A contract is voidable because the consent of one party is not a free consent. അതായത് ഒരു കോൺട്രാക്റ്റ് വോയിഡബിൾ ആകാനായിട്ടുള്ള കാരണം അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഫ്രീ കൺസെൻറ്റോട് കൂടിയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടല്ല കോൺട്രാക്റ്റ് എങ്കിൽ അതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ.
നോ പാർട്ടി ഗെയിൻ എനി ഓപ്ഷൻ വാട്ട് സോ എവർ ആൻഡ് ഇറ്റ് ഹാസ് നോ ലീഗൽ ഫോഴ്സ്. അതായത് ഈ വോയിഡ് കോൺട്രാക്റ്റിൻ്റെ കേസിലാണെങ്കിൽ അതിലത്തെ ഒരു പാർട്ടീസിനും, അതായത് ആ കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിന് ഒരു ഓപ്ഷൻ ഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അതിനൊരു ലീഗൽ ഫോഴ്സ് ഇല്ല വോയിഡ് കോൺട്രാക്റ്റിന്. എഗ്രീഡ് പാർട്ടി ഹാസ് ദ ഓപ്ഷൻ എയ്തർ എലക്ട് ടു ബി ബൗണ്ട് ബൈ ദി കോൺട്രാക്ട് ഓർ ടു റെപ്യൂഡിയേറ്റ്. ബട്ട് വോയിഡബിൾ കോൺട്രാക്റ്റിൻ്റെ കേസാണെങ്കിൽ അതിലത്തെ പാർട്ടീസിന് അത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ കണ്ടീഷൻ, എ വോയിഡ് കോൺട്രാക്ട് ഈസ് വോയിഡ് ഇൻ ഇറ്റ് സെൽഫ്. ഒരു വോയിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോയിഡാണ്. എ വോയിഡബിൾ കോൺട്രാക്ട് ക്യാൻ ബി വോയിഡ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അഗ്രീഡ് പാർട്ടി. ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് വോയിഡ് ആകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അഗ്രീഡ് പാർട്ടിയാണ്. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കിയാൽ നല്ലോണം പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന്. അതായത് ലോ പ്രൊഹിബിറ്റ് ചെയ്തിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ പബ്ലിക്കിന് എതിരായിട്ടുള്ള എന്തെങ്കിലും എഗ്രിമെൻറ്റുകളൊക്കെയാണ് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ നോക്കാം, ലീഗാലിറ്റി. എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ. അതായത് ഒരു വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോ അതിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല, ലോ അതിനെ തടഞ്ഞിട്ടില്ല. ബട്ട് ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. അതായത് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോ നിരോധിച്ചിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്കോപ്പ്, വോയിഡ് ഈസ് എ വൈഡർ ടേം ദാൻ ഇല്ലീഗൽ ആൻഡ് ഓൾ വോയിഡ് എഗ്രിമെൻ്റ് ആർ നോട്ട് നെസസറിലി ഇല്ലീഗൽ. അതായത് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലിനെക്കാട്ടും വലിയൊരു ടേമാണ്, വൈഡർ ടേമാണ്. അതുകൊണ്ട് തന്നെ ഓൾ വോയിഡ് എഗ്രിമെൻ്റ് ആർ നോട്ട് നെസസറിലി ഇല്ലീഗൽ. എല്ലാ വോയിഡ് എഗ്രിമെൻറ്റുകളും എന്തെല്ലാം? ഇല്ലീഗൽ അല്ല. ബട്ട് ഓൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ്. പക്ഷേ എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റുകളും എന്താണ്? വോയിഡാണ്. അതായത് എല്ലാ വോയിഡ് എഗ്രിമെൻറ്റുകളും ഇല്ലീഗൽ അല്ല, ബട്ട് എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റുകളും വോയിഡാണ്. കൊളേറ്ററൽ എഗ്രിമെൻറ്റ്. എ കൊളേറ്ററൽ എഗ്രിമെൻറ്റ് ടു എ വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് എൻഫോഴ്സിബിൾ. വോയിഡ് എഗ്രിമെൻറ്റിലെ കൊളേറ്ററൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സിബിൾ ആണ്, ലോ നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. എ കൊളേറ്ററൽ എഗ്രിമെൻറ്റ് ടു ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. ഒരു ഇല്ലീഗൽ എഗ്രിമെൻറ്റിൻ്റെ കൊളേറ്ററൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് നോട്ട് എൻഫോഴ്സിബിൾ, ലോ നടപ്പിലാക്കാൻ കഴിയാത്തതാണ്. പണിഷ്മെൻറ്റ്. നോ പാർട്ടി ടു എ വോയിഡ് എഗ്രിമെൻറ്റ് ക്യാൻ ബി പണിഷബിൾ. അതായത് വോയിഡ് എഗ്രിമെൻറ്റിലത്തെ പാർട്ടീസിന്, അതായത് ഒരു എഗ്രിമെൻറ്റിൽ പാർട്ടീസ് ഉണ്ടാവുമല്ലോ, അതിൽ വോയിഡ് എഗ്രിമെൻറ്റിലത്തെ പാർട്ടീസിന് ഒരു പണിഷബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. പാർട്ടീസ് ടു ആൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് മേ ബി പണിഷബിൾ അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ദി ഒഫൻസ്. ബട്ട് ഇല്ലീഗൽ എഗ്രിമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ പാർട്ടീസിന് അവർ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് വോയിഡ് എഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. വോയിഡ് കോൺട്രാക്റ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ വോയിഡ് എഗ്രിമെൻറ്റും ഇല്ലീഗൽ എഗ്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നീ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതിലെന്തെങ്കിലും പോയിൻറ്റ്സ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്